ആർപ്പോ ഇറോ 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 ആർപ്പോ ഇറോ ഇറോ ഇറോ. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യമേ ഓടിയെത്തുന്നത് എന്താണ്? പൂക്കളങ്ങളാണോ, സദ്യയാണോ, ഊഞ്ഞാലാണോ, അതോ നമ്മൾ ഒത്തുചേർന്ന ചില സന്തോഷങ്ങൾ നിമിഷങ്ങളാണോ? ഓണം ഒരു ആഘോഷം മാത്രമല്ല, മറിച്ച് നമ്മുടെ നാടിൻ്റെ മണവും ബാല്യത്തിൻ്റെ നിറവും സ്നേഹത്തിൻ്റെ അല്ലെ ഒത്തൊരുമയുടെ ഒരു ആഘോഷമായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇന്ന് നമ്മോടൊപ്പമുള്ള നമ്മുടെ ആസ്റ്റമെഡ് സിറ്റിയുടെ ഡോക്ടർമാരുടെ ഓണ ഓർമ്മകളിലേക്കും ആ സന്തോഷങ്ങളിലേക്കും ഒന്ന് തിരിഞ്ഞു നടക്കാം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നമ്മുടെ ആസ്റ്റമെഡ് സിറ്റിയുടെ നമ്മുടെ സ്വന്തം ഡോക്ടർമാരാണ്. ഡോക്ടർ ദിലീപ് സർ, ഡോക്ടർ ജോൺ, ഡോക്ടർ വിജയമോഹൻ ആൻഡ് ഡോക്ടർ അരുൺ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട പൂവിനെ പോലെ തന്നെ പുഞ്ചിരിക്കുന്ന നമ്മുടെ ദിലീപ് സാറിനോടാവാം. ഓണം എന്ന് ഓർക്കുമ്പോൾ പണ്ടത്തെ കാലത്ത് നമുക്കറിയാം, നമ്മുടെ പൂക്കളങ്ങളും അതിൻ്റെ നന്മയൊക്കെയാണ് നമ്മുടെ മനസ്സിലൂടി വരുന്ന ചില കാര്യങ്ങൾ. സാറിനെ സംബന്ധിച്ച് അന്നത്തെ പൂക്കളങ്ങളായിരുന്നു, അന്ന് കൂടിയിരുന്ന ആ സന്തോഷമായിരുന്നു, സ്നേഹമായിരുന്നു വിലപ്പെട്ടത്. അതിനെപ്പറ്റി എന്തെങ്കിലും ഒന്ന് പറയാമോ? ഓണത്തിൻ്റെ സ്റ്റാൻഡേർഡ് ഒരു സിമ്പിൾ നമ്മൾ പറയുന്ന ഒരു ട്രഡീഷൻ അത് ഈ പൂക്കളമാണ്. അപ്പോൾ എല്ലാത്തിനും ചുറ്റും നമ്മൾ പൂക്കളം ഉണ്ടാക്കണം. ഓണം എന്ന് പറഞ്ഞാൽ നമ്മൾ പൂക്കളം ഉണ്ടാവണം. അപ്പോൾ എല്ലാ ഫാമിലി മെമ്പേഴ്സ് ഗ്യാദർ ചെയ്യാൻ തുടങ്ങും. ആദ്യം കുറേ ഡിസൈൻസ് ഉണ്ടാവും, പിന്നെ അതിൻ്റെ പിന്നാലെ കുറേ എൻ്റെ ഡിസൈനും നിങ്ങളുടെ ഡിസൈനും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഡിസൈനിൻ്റെ വലുപ്പം എവിടെ വെക്കണ്ടേ, ആ തീരുമാനങ്ങൾ കഴിഞ്ഞാൽ ഇനി നമ്മൾ പൂക്കൾ നമുക്ക് കണ്ടുപിടിക്കാം. പച്ച, മഞ്ഞ, നീല എല്ലാം നമുക്ക് എവിടെ നിന്ന് കിട്ടും. ആൻഡ് ആസ് യൂഷ്വൽ ഓണം എത്താറാകുമ്പോഴത്തേക്ക് ഒരു കടയിൽ കിട്ടൂല, പൂക്കൾ കിട്ടൂല. അപ്പോൾ അതിൻ്റെ ഒരു മാഡ് സ്ക്രാമ്പിൾ. സോ അതിൻ്റെ പ്ലാനിങ്. സോ എല്ലാം കൂടെ നോക്കുമ്പം നമ്മൾ ഈ പൂക്കളത്തിൻ്റെ പ്രോസസ്സ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ആൻഡ് അത് ശരിക്കും ഫാമിലി ബോണ്ടിങ് ആവും. അത് ഫാമിലിയും ഫ്രണ്ട്സും തമ്മിൽ. പിന്നെ ഒരു ബിൽഡിങ്ങിൽ പൂക്കളം ഉണ്ടാവും. അപ്പോൾ എല്ലാ നെയ്ബേഴ്സും എല്ലാവരും കൂടി അങ്ങനെ വന്ന് പൂക്കളം ഉണ്ടാക്കും. അതാണ് ഒരു ബോണ്ടിങ് ഉണ്ടാവുന്നത് ഓൺ ദ ബേസിസ് ഓഫ് എ പൂക്കളം. ആൻഡ് അത് ലാസ്റ്റ് ചെയ്യും. ഓക്കെ, അന്നത്തെ കാലത്ത് ഇങ്ങനെ പുറത്തു പോയി നമ്മൾ പൂ പറിക്കുന്നു അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സിറ്റുവേഷൻ? പഴയ കാലത്ത് പൂക്കൾ ഉണ്ടായിരുന്നു പറിക്കാൻ. ഇപ്പം കടകാരെല്ലാം പൂക്കൾ പറിച്ച് വിൽക്കും. അതെ, അപ്പം അതല്ലെന്ന് മാത്രം. അടുത്ത ചോദ്യം നമ്മുടെ ഒരു എനർജറ്റിക് ആയിട്ടുള്ള വൈബ്രൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഡോക്ടർ ജോണോടാവട്ടെ. നമ്മുടെ പൂക്കളങ്ങളും അതുപോലെ തന്നെ സദ്യകളൊക്കെയാണ് നമ്മുടെ ഓണത്തിന് പറയുന്നത്. എന്നാൽ പിന്നെ എങ്കിൽ പോലും അതിൽ നല്ലൊരു കളികൾക്ക് ഭയങ്കര പ്രസക്തി ഉണ്ടായിരുന്നു. സാറിൻ്റെ ജീവിതത്തിൽ, അനുഭവത്തിൽ അല്ലെങ്കിൽ കുട്ടിക്കാലങ്ങളിൽ ഇഷ്ടപ്പെട്ടിരുന്ന കളികളോ അങ്ങനെ എന്തെങ്കിലും പറ്റി ഒന്ന് ഷെയർ ചെയ്യാമോ? പാലായിലെ ഒരു സിറിയൻ കാത്തലിക് കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. അപ്പോൾ ഓണത്തെക്കുറിച്ച് ഓർക്കുമ്പം ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് ഓർമ്മകൾ എപ്പോഴും ഓണക്കളികളെക്കുറിച്ചാണ്. ഓണം എന്ന് പറയുന്നത് സ്കൂളിൽ നിന്ന്, ഞാൻ ബോർഡിംഗ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പം സ്കൂളിൽ നിന്ന് അവധിക്ക് വരുന്ന ദിവസമാണ്, അവധിക്കാലമാണ്. നാട്ടിലെ കൂട്ടുകാരെ കാണുന്ന സമയമാണ്. അന്ന് അതുപോലെ എനിക്കിന്നറിയത്തില്ല, പക്ഷെ അന്നൊക്കെ ആ ജീവിതം, കുട്ടികളുടെയും യുവജനങ്ങളുടെയും ജീവിതം ആ ഗ്രന്ഥശാലയോട് ചേർന്നത്. അപ്പം ടാഗോർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ഒരു ആനുവൽ ഷെഡ്യൂളാണ് ഈ ഓണക്കളികൾ. എല്ലാ തരത്തിലുള്ള ഓണക്കളികൾ, എല്ലാ പ്രായത്തിലുള്ളവർ മുതൽ ഈ സ്പൂൺ റേസ് മുതൽ അങ്ങോട്ടും മുകളിലോട്ട് ചീട്ടുകളി, കോമ്പറ്റീഷൻ ചീട്ടുകളികൾ, എല്ലാ തരത്തിലുള്ള കളികളുണ്ട്. അപ്പം എൻ്റെ ഫേവറേറ്റ് എപ്പോഴും ഈ തലപ്പന്ത് കളിയാണ്. സംഗതി ഭയങ്കര ഒരു പക്ഷേ ഓണത്തിന് വേണ്ടി വെക്കാറൊന്നുമില്ല. ചേട്ടൻ വരുമ്പം ഞങ്ങൾ വീട്ടിലും കളിക്കും. വീട്ടിൽ നിന്ന് അന്ന് മുറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ, വലിയ മുറ്റങ്ങളുണ്ട്. അപ്പം ഈ ഓല സംഘടിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ചേട്ടൻ വരണ്ടേ. കാരണം തെങ്ങിൻ്റെ മുകളിൽ കയറണേ, അതിനുള്ള ധൈര്യം പുള്ളിക്കേ ഉള്ളൂ. അപ്പം ഈ കോമ്പറ്റീഷൻ ടാഗോർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൽ അപ്പം തലപ്പന്തപ്പൻ ജൂനിയർ, സബ് ജൂനിയർ ലെവലൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളും ഉണ്ട്. എനിക്ക് ഒറ്റ പെട്ട ഏതൊക്കെ എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്. ഒറ്റ പെട്ട, തൊടേത്താളം, പിന്നെ ഇണ്ടൻ എനിക്ക് ഓർമ്മയുണ്ട്. കാലുകൊണ്ടടിക്കണം. ഒറ്റ നമുക്ക് എളുപ്പമായി ഇങ്ങനെ തിരിഞ്ഞ് ചെയ്യുന്ന ഇത്. സോ ദാറ്റ് വാസ് ഈ ഓണക്കളികളാണ് എൻ്റെ ഓണത്തെക്കുറിച്ചുള്ള സങ്കല്പം മുഴുവൻ ഓണക്കളികളാണ്. അപ്പം അത് ഒരാഴ്ച ടാഗോർ ആർട്സ് ആൻഡ് സ്പോർട്സ്, എനിക്ക് അതുകൊണ്ടാണ് ഈ ആസ്റ്ററിലെ ഓണം ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ഹിറ്റാണ്. ഒരാഴ്ചയായിട്ട് നമ്മൾ ആ കളികൾ, പലതരത്തിലുള്ള കളികൾ, ഓരോ ദിവസവും വൈകുന്നേരം
കൂടി എന്നിട്ടൊരു ഗ്രാൻഡ് ഓണം. ഈ ഓണത്തല്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ പണ്ട് ഇങ്ങനെ പില്ലോ കൊണ്ട് അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനത്തെ എന്തെങ്കിലും? അതെനിക്ക് തോന്നുന്നത് ഈ ഒരുപക്ഷെ അന്നത്തെ കമ്മ്യൂണിക്കേഷൻ കുറവായിരിക്കും. ഒരുപക്ഷെ ഈ ഒത്തിരി ഉണ്ട് പുലികളികളൊക്കെ ഞാൻ പിന്നെയാണ് കാണുന്നത്. ഈ തൃശ്ശൂർ ഈ ഓണത്തല്ല അതൊക്കെ എനിക്ക് തോന്നുന്നത് കുറെ കൂടെ ഈ ഭാഗത്തോട്ടാണ്. എനിക്കത് കണ്ടതായിട്ട് ഓർമ്മയില്ല. എനിക്കങ്ങനെ ഓർമ്മയില്ല. ഒരുപക്ഷെ ഞാൻ ആ ഒരു 10-12 ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ കേരളം വിട്ടു. അതുകൊണ്ട് പിന്നെയുള്ള എവല്യൂഷൻ ഞാൻ പിന്നെ ആസ്ട്രേ വന്ന പിന്നെയാണ്, സത്യം പറഞ്ഞാൽ ആസ്ട്രേ വന്ന പിന്നെയാണ് ഓണം ശരിക്ക് കൂടാൻ തുടങ്ങിയേക്കുന്നത്. ഐ മീൻ വൺ ഓഫ് ദ തിങ്സ് ഐ ലവ് അബൌട്ട് ആസ്ട്രേ ഈസ് സെലിബ്രേഷൻ ഓഫ് ഓണം. വളരെ സന്തോഷം സാർ. അത് ഭയങ്കര രസകരമായ ഒരു കാര്യം സാർ പറഞ്ഞത്. നമ്മുടെ ഈ ആസ്ട്ര മെഡ്സിറ്റിയിലെ ശ്രീമാൻ ശ്രീമതി എന്നൊക്കെ പറയുമ്പോൾ ശ്രീമാൻ എന്ന് കേൾക്കുമ്പോൾ ആദ്യം എല്ലാവരുടെ മനസ്സിൽ വരുന്ന ഒരു മുഖമാണ് വിജയൻ സാറിന്. അപ്പോൾ സാറിനോട് തന്നെ ഒരു പ്രത്യേക ചോദ്യം. നമ്മുടെ ഈ നാട്ടിലൊക്കെ പഴഞ്ചൊല്ലുകൾ ഒക്കെ പറയുന്നത് ഓണം റിലേറ്റഡ് ഒരുപാട് പഴഞ്ചൊല്ലുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ പറഞ്ഞാൽ ചിലപ്പോൾ ഓണം പഴഞ്ചൊല്ലുകൾ എന്താന്ന് പോലും അവർക്ക് മനസ്സിലാവില്ല. അതിനെപ്പറ്റി സാറിന് എന്തെങ്കിലും അത് റിലേറ്റഡ് എന്തെങ്കിലും പഴഞ്ചൊല്ലുകളോ അതിൻ്റെ ഒരു അർത്ഥം ഒന്ന് പറയാൻ പറ്റും? തീർച്ചയായും ഓണത്തിൻ്റെ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് പഴഞ്ചൊല്ലുകളുണ്ട്. ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോരന് കുമ്പിളിൽ തന്നെ കഴിഞ്ഞ്, പിന്നെ അത്തം കറുത്താൽ ഓണം വെളുക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ഓണം എന്ന് പറയുന്നത് ശരിക്കും മലയാളിയുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു സാമൂഹിക ആഘോഷമാണ്. മലയാളി എവിടെ ഉണ്ടോ അവിടെ ഓണം ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓണസംബന്ധമായ പഴഞ്ചൊല്ല് അങ്ങനെയല്ല, എല്ലാ പഴഞ്ചൊല്ലുകളും നമ്മൾ അതിൻ്റെ ഒരു ഹിസ്റ്ററി അന്വേഷിച്ച് പോയാൽ പഴയ ഒരു സാമൂഹിക വ്യവസ്ഥയിൽ കാലാകാലങ്ങളായി തെളിയിക്കപ്പെട്ട സത്യങ്ങളാണ് ഈ പഴഞ്ചൊല്ലുകൾ. അതുകൊണ്ടാണ് ഈ പഴഞ്ചൊല്ലിൽ പതിരില്ല എന്ന് പറയുന്നത്. പ്രൂവൺ ഫാക്ട്സ്. ഇപ്പോൾ ഈ പറഞ്ഞില്ലേ കാണം വിറ്റും ഓണം ഉണ്ണണമെന്ന് പറയുന്നത്. അപ്പോൾ ഓണക്കുറി നമ്മൾ ആദ്യം മനസ്സിൽ വരുന്നത് അത് തന്നെയാണ്, കാണം വിറ്റും ഓണം ഉണ്ണണം. അതിൻ്റെ അർത്ഥം നമുക്ക് ജൻസീസണല്ല നമുക്ക് പോലും അറിയത്തില്ലായിരിക്കും എന്താണ് കാണുമെന്നറിയോ? കാണം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഒരു ലീസിങ് സമ്പ്രദായമാണ്. അതായത് പണ്ട് ഈ ജന്മി കുടിയാൻ ബന്ധമായിരുന്നല്ലോ. അപ്പം എല്ലാ വില്ലേജുകളിലും ആ വില്ലേജ് മുഴുവൻ ഒരു ജന്മിയുടെ വകയായിരിക്കും. അപ്പോൾ അവരുടെ ഇന്ന് ലീസിന് ഈ പുരയിടം എടുക്കുക, ആ ഒരു ലീസിങ് വ്യവസ്ഥയാണ് കാണം എന്ന് പറയുന്നത്. കാണം എന്ന് വെച്ചാൽ അന്ന് 12 വർഷമാണ് ഈ കാണത്തിൻ്റെ ഒരു വ്യവസ്ഥ. ഈ 12 വർഷം വളരെ ഒരു അസ്ട്രോളജിക്കലായിട്ടും അല്ലെങ്കിൽ നമ്മുടെ സാമൂഹികപരമായിട്ടും ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ളതാണ് ഈ 12 വർഷം. അതുകൊണ്ടാണ് ഈ കാണം 12 വർഷം വന്നത്. 12 വർഷം നമ്മളുടെ ഇന്ത്യൻ ഇത് മിത്തോളജി അനുസരിച്ചായാലും എല്ലാ വെസ്റ്റേൺ ഇത് നോക്കിയാലും നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഗുരു സ്ഥാനത്ത് കൊടുക്കുന്ന വ്യാഴത്തിനെയാണ്. നമ്മളുടെ ഇന്ത്യയിൽ ഗുരു എന്നാണ് പറയുന്നത്, ഗുരുവാരാണല്ലേ വ്യാഴം എന്ന് പറയുന്നത്. അതുപോലെ ജൂപ്പിറ്ററാണ് വ്യാഴം. ജൂപ്പിറ്റർ എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ ചക്രവർത്തിയാണ്. അപ്പം വ്യാഴത്തിന് ഇമ്പോർട്ടൻസ് വരാൻ കാര്യം എന്ന് വെച്ചാൽ ഇതിനൊക്കെ സയൻറ്റിഫിക് ബേസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഹോൾ ഗാലക്സിയുടെ സോളാർ ഇതിൻ്റെ ഗാലക്സിയുടെ 2/3 മാസ് വ്യാഴത്തിനാണ്. അതുമാത്രമല്ല നമുക്ക് ഇപ്പോൾ ഈ ഗുരുത്വാകർഷണം ഉണ്ടല്ലോ, സൂര്യൻ എല്ലാ ഗ്രഹങ്ങളെയും ആകർഷിക്കുന്ന പോലെ തിരിച്ച് സൂര്യനെ ആകർഷിക്കുന്ന ഏക ഗ്രഹമാണ് വ്യാഴം. അതുകൊണ്ടാണ് വ്യാഴത്തിന് ആ ഗുരുസ്ഥാനം വന്നത്. ഈ 12 വർഷം എന്ന് പറയുന്നത് വ്യാഴം സൂര്യന് ചുറ്റും ഒരു തവണ കറങ്ങാൻ വരുന്നത്. അപ്പോൾ ഈ 12 വർഷത്തിനുള്ളിൽ ഈ എല്ലാ ഏരീസ് മുതൽ അതിലുള്ള എല്ലാ 12 ഇതിലൂടെയും വ്യാഴം കടന്നു പോകുന്നു. അതുകൊണ്ട് വ്യാഴവട്ടം എന്ന് മലയാളത്തിൽ പറയും. നമ്മളിവിടെ വ്യാഴവട്ടം എന്ന് പറയും. നോർത്തിൽ വേറൊരു പേരാണ്. ഈ ഓണം തുടങ്ങിയ ആഘോഷങ്ങൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്, തിരിച്ചറിയേണ്ട കാര്യം അതാണ്. ഇത് പോകുന്ന വഴി ശരിയല്ല. ഒരു തിരുത്തൽ ആവശ്യമാണ്. നമ്മൾ ആ ഒരു പഴയ സാമൂഹിക ബന്ധത്തിലേക്ക് തിരിച്ചു പോയില്ലെങ്കിൽ ഒരുപക്ഷെ ഭാവിയിൽ നല്ലതായിരിക്കില്ല വരുന്നത് എന്നൊരു ഓർമ്മപ്പെടുത്തലും കൂടെയാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഓണം നമുക്ക് തരുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ കുട്ടിക്കാലങ്ങളിൽ എൻ്റെ വല്യമ്മയൊക്കെ ഈ കലണ്ടറിലൊക്കെ എഴുതി വെക്കും. നമ്മളെല്ലാം ചെല്ലുന്നതിന് സന്തോഷം ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും. അത് ഭയങ്കര ഒരു കൂട്ടായ്മ തന്നെയാണ്, ഭയങ്കര സന്തോഷം. ഈ ഹോസ്പിറ്റലിൽ അടുത്ത ഒരു സുന്ദരനായ ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. ഈ ഓണക്കാലങ്ങളിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഈ ഊഞ്ഞാലാടുക എന്നുള്ളത്. കുട്ടിക്കാലത്തൊക്കെ ഭയങ്കര രസകരമായിരുന്നു. ഇപ്പോൾ ഊഞ്ഞാലൊക്കെ വളരെ പോയ ഒരു സംഭവമാണ്. അപ്പം ഡോക്ടറിൻ്റെ ലൈഫിൽ അല്ലെങ്കിൽ കുട്ടിക്കാലങ്ങളിൽ ഇങ്ങനെ ഊഞ്ഞാലാടിയിട്ടുള്ള എന്തെങ്കിലും രസകരമായ സന്തോഷകരമായ എന്തെങ്കിലും അനുഭവം ഒന്ന് ഷെയർ ചെയ്യാം? അത് ഊഞ്ഞാലിൽ കൂടുതൽ ഈ ഓണം എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരുമിച്ച് വരുന്ന സമയമുള്ളൂ. അപ്പോൾ ഞങ്ങളൊക്കെ ടൗണിൽ നിന്നാണ് നമ്മൾ വടക്കഞ്ചേരിയിലേക്കൊക്കെ പോകും. അപ്പോൾ അവിടെ അച്ഛമ്മയുടെ തറവാടൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഇപ്പോൾ ഒരു വലിയ പറമ്പാണ്. ആ പറമ്പിൽ കുറേ മരങ്ങളുണ്ടാവും. അപ്പോൾ അതിൽ ഊഞ്ഞാൽ കിട്ടും. അപ്പോൾ നാച്ചുറലി ഈ ഊഞ്ഞാൽ എന്ന് പറയുന്നത് എല്ലാവരും ഒരുമിച്ച് ചേരുന്ന ഒരു സ്ഥലം കൂടി അത്രയേ ഉള്ളൂ ഇതിൽ. അപ്പോൾ ഈ ഊഞ്ഞാലിൽ നമ്മൾ പല രീതിയിലുണ്ടാവും. അപ്പോൾ നമ്മുടെ വലിയ ചേട്ടന്മാരൊക്കെ ആണെങ്കിൽ നല്ല പൊക്കത്തിലുള്ള ഊഞ്ഞാലിൽ വലിയ ഇതിൽ പോകും, ഹൈറ്റിൽ പോകും. പിന്നെ ചിലർ ഭയങ്കര സ്കിൽഡ് ആയിരിക്കും. അതായത് നമ്മൾ ഊഞ്ഞാലിൽ ഒന്ന് ആട്ടി വിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു മൊമെൻ്റ് വന്ന് പിന്നെ അത് പോകണം എന്നാണ് അതിൻ്റെ. അപ്പോൾ അതിൽ എക്സ്പേർട്ടുകൾ ഉണ്ടാവും കുറച്ച്. നമ്മളൊക്കെ വല്ലപ്പോഴും പോകണം. എന്നാലും ഈ മരത്തിൽ ആടുന്നതും അത്ര വലിയൊരു
അത്ര എക്സ്പേർട്സൊന്നും അല്ല. അപ്പോൾ നമ്മൾ ചേട്ടന്മാരെ കാണുന്നുണ്ട് അവരുടെ പല പല പരിപാടികളും ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക്. കാരണം ചിലർക്ക് ആ ഒരു ഇത് മൊമെൻറ്റം കൂട്ടി കൂട്ടി വളരെ ഹൈറ്റിൽ പോകുന്നവരുണ്ട്. പിന്നെ ഊഞ്ഞാലാടുമ്പോൾ വേറെ എന്ന് വെച്ചാൽ ഇത് ഈ ആട്ടി വിടുന്ന ആള് അതിന്റെ അടിയിൽ കൂടെ പോയി അപ്പുറത്തെത്തുന്ന പരിപാടി ഉണ്ട്. അത് കുറച്ചൊരു കോർഡിനേഷൻ വേണം. കാരണം അത് പോയി അത് തിരിച്ചു വരുന്നതിന് അപ്പുറത്തെത്തില്ലെങ്കിൽ പ്രശ്നം വരും. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ടാവും. പിന്നെ ഇതിൽ ചെറിയ പിള്ളേരെ പേടിപ്പിക്കുന്നു. ഇപ്പോൾ നമ്മളൊക്കെ കുറച്ച് ചെറുതായിരുന്നു, അപ്പോൾ നമ്മളെയൊക്കെ പേടിപ്പിക്കുക അത് അവരുടെ ഒരു ഇതാണ്. അപ്പോൾ അതൊരു റാഗിങ് ആണല്ലോ, ആ ഒരു ബോണ്ടിങ് ഒക്കെ അങ്ങനെയാണല്ലോ വരുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു പേടി വരുമ്പോൾ നമ്മളെ കൂടുതൽ ആട്ടുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്നു കുറേയധികം ആൾക്കാർ ഈ പല രീതിയിലുള്ള ആൾക്കാരുടെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മളൊന്ന് പഠിക്കും, നമുക്ക് അങ്ങനെയൊക്കെയുള്ള ധൈര്യം വരുന്നത്. അപ്പോൾ ഒരു അല്ലെങ്കിൽ ഒരു നമ്മൾ മരത്തിലൊന്നും അങ്ങനെ കയറുന്ന ആൾക്കാരൊന്നുമല്ല, പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അതിനൊക്കെ ഒരു ഇത് വരും. അപ്പോൾ മേ ബി ഒരു നേച്ചറിലേക്ക് ഒന്ന് പോകാനുള്ളൊരു ഇതുണ്ടോ. പിന്നെ ഭയങ്കര ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നില്ല, പക്ഷെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ കുളത്തിൻ്റെ സൈഡിലൊക്കെ ഊഞ്ഞാലാടി കുളത്തിലേക്ക് ജമ്പ് ചെയ്യുന്നു. അങ്ങനത്തെയൊക്കെയുള്ള ആ ഒരു ലെവലിലുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതൊന്നും നമ്മൾ ട്രൈ ചെയ്തിട്ടൊന്നുമില്ല. അങ്ങനെ എനിക്ക് തോന്നുന്നു ഇതെല്ലാം ഈ പല പല കഴിവുകൾ വളർത്താനും ആ ഒരു എല്ലാവരും ഒരുമിച്ച് വരാനൊക്കെ ഉള്ളൊരു ഒരു അവന്യൂ ആയിരുന്നു ഈ ഊഞ്ഞാലാട്ടം എന്ന് തോന്നുന്നു. ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഓണക്കോടി, സെറ്റ് സാരി, ജുബ്ബ, ഇങ്ങനെ കശവൻ്റെ കാര്യങ്ങൾ അങ്ങനെയാണല്ലോ ഭയങ്കര. ഇത് ഒരുങ്ങി വരുന്ന ആൾക്കാരെ ഇന്ന് തന്നെ എല്ലാവരും വന്നപ്പോൾ വളരെ മനോഹരമായിട്ട് വാവെന്ന് എല്ലാവരും പറഞ്ഞൊരവസ്ഥ. അപ്പോൾ ഇത് കാണുമ്പം സാറിൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരു ഓണം വൈബ് എന്താണ്? പ്രത്യേകിച്ച് ഇങ്ങനെ ഒരുങ്ങി വരുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയൊക്കെ പ്രത്യേകിച്ച് ഓണക്കോടിയിൽ കാണുമ്പോൾ സാറിൻ്റെ മനസ്സിലുണ്ടാകുന്ന ചില ഓണം വൈബ്സ് എന്തൊക്കെ? ഈ ഒരു ദിവസമാണ് നമ്മൾ എല്ലാവരും ഏറ്റവും സ്മാർട്ടായിട്ട് കാണുന്നത്. ശരിക്കും ട്രഡീഷണൽ ഡ്രസ്സുകൾ കാണാനൊരു നല്ല രസമാണ്. ആൻഡ് ഓണം ആകുമ്പോഴത്തേക്ക് എല്ലാവരും യൂണിഫോംലി അത് ശരിക്കും യൂണിഫോം ആവും. നമ്മൾ നല്ല ട്രഡീഷണൽ ഔട്ട്ഫിറ്റിൽ കാണാൻ നല്ല രസമാണ്. ഗിവ്സ് ആസ് എൻ ഐഡൻറ്റിറ്റി. ഞാൻ മലയാളിയാണ് അങ്ങനെ പറയാൻ. ബിക്കോസ് ഇത് യുണീക്ക് ഇതാണ്. ഈ സീസണിൽ ഈ സമയത്ത് എല്ലാവരും ഒരുമിച്ച് ഇതേപോലത്തെ ആ സെറ്റ് സാരിയും ഇത് മുണ്ടുകൊടുത്ത് അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് ഗ്രാൻഡ് ഫീലിംഗ് ആണ്. അതായത് യു ഫീൽ ഹാപ്പി എല്ലാവരെയും കാണുമ്പം. സോ ശരിക്കും ആ ഫെസ്റ്റീവ് ഒക്കേഷൻ്റെ ആ പൂക്കളം കാണുമ്പം ആ ഫെസ്റ്റിവിറ്റീസ് കാണുമ്പം പാട്ടുകൾ കാണുമ്പം ഇത് കളിയൊക്കെ ഉണ്ടാവുമ്പം ആ ഫാമിലി കൂടെ അത് കയറുമ്പം ദിസ് ഇസ് എ ഫാമിലി. അപ്പോൾ നമ്മൾ തറവാട്ടിൽ മറ്റേ മീറ്റ് ചെയ്യുന്ന പോലെ തന്നെ ദിസ് ഇസ് അവർ ഫാമിലി. സോ ആസ്റ്ററിലും വി ആർ ഡൂയിങ് ദ സെയിം തിങ്. മാവേലിയുടെ കാലത്ത് എല്ലാവരും സന്തോഷത്തോടെയായിരുന്നു ഒത്തുചേർന്നായിരുന്നു ഇരിക്കുന്നതൊക്കെ പറഞ്ഞു. എന്നാൽ ഇന്നത്തെ ഈ ഒരു ജൻസിയും പുതിയ തലമുറയോട് ഉള്ള കാലങ്ങളിൽ മാവേലി ഇന്നിപ്പോൾ ഇവിടെ വരുവാണെങ്കിൽ മാവേലിയെ കൊണ്ട് എന്ത് ചെയ്യിക്കാനായിരിക്കും സർ ആഗ്രഹിക്കുന്നത്? മാവേലി വരുവാണെങ്കിൽ പല കാര്യങ്ങളും ചെയ്യിപ്പിക്കാനുണ്ട്. പക്ഷെ ഒരു കാര്യം എന്നോട് ചോദിക്കുമ്പം ഞാൻ ഒരു പക്ഷേ ഞാനിപ്പോൾ ഇപ്പോൾ ഹോസ്പിറ്റലിലോട്ട് കയറി വരുമ്പോൾ നമുക്ക് 2-3 ബോർഡ്സ് ഉണ്ടല്ലോ. ആ ബോർഡിൽ തൂഫാൻ ഓണം എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്ന കാണുമ്പം അപ്പോൾ അവിടെ 1-2 സ്ഥലത്ത് ഞാൻ കണ്ടു. പൊടിയടിയേക്കാൾ നല്ലതാണ് ഉറിയടി എന്ന്, അതുപോലെ തന്നെ വെറും വലിയേക്കാൾ നല്ലതാണ് വടംവലി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പറയും, ക്യാൻ യു പറ്റുമെങ്കിൽ ഇന്നത്തെ കുട്ടികൾക്ക്, ഇന്നത്തെ യുവജനങ്ങൾക്ക് ആ സന്തോഷം കിട്ടുന്ന രീതി തിരിച്ച് വടംവലികളിലേക്ക്, ഉറിയടികളിലേക്കും തലപ്പന്തുകളിലേക്കും മാറ്റാൻ പറ്റുമോ എന്ന് ഇന്നത്തെ ചോദ്യം തീർച്ചയായിട്ടും അതായിരിക്കും. ഓക്കെ. ഓണത്തിന് കുടുംബം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, പ്രത്യേകിച്ച് ഓണസദ്യ ഉണ്ണുക എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. സാറിൻ്റെ ലൈഫിൽ അല്ലെങ്കിൽ വീട്ടിലെങ്ങനെയാണ് ഈ ഒരു സന്തോഷം പങ്കിടുന്നത്, എങ്ങനെയാണ് ആഘോഷിക്കുന്നത് പറയാം? ഓണം എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ ഓർമ്മ വരുന്നത് എല്ലാവരെയും കാണാൻ പറ്റുന്ന ഒരു അവസരം എന്നുള്ളതാണ്. എസ്പെഷ്യലി നമ്മൾ ഈ ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും ഇരിക്കുന്ന എല്ലാവരും തന്നെ ഒരു പ്രവാസ ജീവിതമാണ്. ശരിക്കും കടൽ കടന്നിട്ടില്ല എന്നേ ഉള്ളൂ, പക്ഷേ നമ്മളെല്ലാം ദൂരെയാണ്. അപ്പം എല്ലാ വർഷവും കഴിഞ്ഞ വർഷം ഈ വർഷം അത് തന്നെ നമ്മൾ നാട്ടിൽ പോവുക, വീട്ടുകാരെയും കുടുംബക്കാരെയും എല്ലാം കാണുക. പണ്ടൊക്കെ ആണെങ്കിൽ ഈ അപ്പൂപ്പനുള്ളിടത്തോളം കാലം തറവാട്ടിലാണ് എല്ലാവരും വരിക. അവിടെ തന്നെ സദ്യ എല്ലാവരും ഒരുക്കും, ഉച്ചയ്ക്ക് ഊണ് കഴിക്കും. ഊണ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്സ് ക്ലബ്ബും ഒക്കെയാണ് അവിടെ ഉണ്ട്. എൻ്റെ അടുത്തുള്ള ഫ്രണ്ട്സ് ക്ലബിൻ്റെ പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ വൈകുന്നേരം അങ്ങോട്ട് പോകും. അവിടെ വെച്ചാണ് നമ്മൾ കൂട്ടുകാരെ കാണുന്നത്, സ്കൂളിൽ പഠിച്ച കൂട്ടുകാരെ. ഞാൻ ഇവിടെ വന്നതിന് ശേഷമുള്ള കാര്യം പറയുന്നത്. അപ്പം 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ച പല കൂട്ടുകാർ അവിടെ എല്ലാവരും ഒരുമിച്ച് കൂടും. അപ്പം ഉച്ചയ്ക്ക് വീട്ടുകാരെല്ലാം കൂടെ കൂടും, വൈകുന്നേരം ആകുമ്പോഴേ നാട്ടുകാരെല്ലാം കൂടെ കൂടും. അപ്പോൾ അത് കഴിയുമ്പോൾ ആക്ച്വലി ആ സമയത്തെ ഒരു സന്തോഷം മാത്രമല്ല, യു ഗെറ്റ് കൈൻഡ് ഓഫ് റീജുവനേഷൻ. ഈ നമ്മൾ പലരും ഇപ്പോൾ ഈ ജനുവരി 1 ചില തീരുമാനം എടുക്കുമെന്ന് പറയുന്നില്ല. പലപ്പോഴും ഓണം കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇനി മുതൽ ഇന്ന കാര്യം ചെയ്യും നടക്കണമെന്നില്ല. പക്ഷേ അങ്ങനെയുള്ളൊരു സ്റ്റിമുലേഷൻ അപ്പോൾ കിട്ടി. ഓണത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത ഏതാണ്, എസ്പെഷ്യലി ഇന്നത്തെ കാലത്ത്
ഡെഫിനറ്റ്ലി അത് ശരിക്കും നമുക്ക് മനസ്സിൽ തട്ടി ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം ഇപ്പോഴത്തെ കാലങ്ങളിൽ നമ്മൾ ചിലപ്പോൾ ചില വീടുകളിൽ ചെല്ലുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് ആരാണ്, അവർക്ക് നമ്മളെ അറിയില്ല, നമുക്ക് അവരെ അറിയില്ല. അപ്പോഴാണ് അറിയുന്നത് ഇന്ന ആളുടെ കുട്ടിയാണെന്ന് പറയുമ്പോൾ അവർ നമ്മളോട് ചോദിക്കും ഹൂ ആർ യു, ഹൂ ഇസ് ജസ്റ്റ് എന്നൊക്കെ ചോദിക്കുന്ന സിറ്റുവേഷൻ ആണല്ലോ. ഓക്കെ, ഇന്ന് നമ്മുടെ ആസ്റ്റർ മെഡ്സിറ്റി എല്ലാ ഓണങ്ങളും കാണാം, പലതരത്തിലുള്ള പേര് സഹിതമാണ് പറയുന്നത്. നമ്മളിന്ന് സ്പെഷ്യലായിട്ട് തൂഫാൻ ഓണം എന്ന് പറയും. ഈ തൂഫാൻ ഓണം എന്ന് പറയുന്ന ഈ ഒരു ഓണ സമയത്ത് അതിന് കുറച്ച് ചലഞ്ചസ് ഉണ്ട്. അപ്പോൾ ഈ തൂഫാൻ ഓണത്തെ പറ്റി അതിന് നമ്മുടെ വരുന്ന തലമുറയ്ക്ക് എന്താണ് നമുക്ക് കൊടുക്കാനുള്ളൊരു മെസ്സേജ് ഒന്ന് ഷെയർ ചെയ്യാം. ഈ തൂഫാൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഐ തിങ്ക് അതിൻ്റെ ഒരു നല്ലൊരു ട്രാൻസ്ലേഷൻ മലയാളത്തിലേക്ക് പറഞ്ഞാൽ എനർജി, മലയാളത്തിലല്ല അതിൻ്റെ ഒരു കോമൺ ലാംഗ്വേജ് പറഞ്ഞാൽ എനർജി ആയിരിക്കും. അപ്പോൾ എനർജി ആണ് നമുക്ക് ഓണത്തിൻ്റെ മെയിൻ കാര്യം. അപ്പോൾ ഈ ഓണത്തിന് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു എക്സ്പാൻഷൻ ഉണ്ടായിരുന്നു. അത് ONA എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം എല്ലാം ന്യൂ ജനറേഷനിലെല്ലാം ഷോർട്ട് ഫോംസിൻ്റെ ആൾക്കാരാണല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ അതിനെ നോക്കുകയാണെങ്കിൽ O ഫോർ ഒന്നാകാം. ഒന്നാകുക എന്ന് പറഞ്ഞാണ് ഈ ഓണത്തിൻ്റെ മെയിൻ കാര്യം. അത് എല്ലാവരും ഒരുമിച്ച് വരുന്നു, അത് നമ്മളെല്ലാം ഒരേ വേഷം, ഒരേ ഭക്ഷണം, ഒരേ ആഘോഷങ്ങൾ. അപ്പോൾ ഒന്നാകാം. പിന്നെ എന്ന് പറയുന്നത് നന്നാകാം. നന്നാകുക എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ചിന്തിക്കണം അവർക്ക് എന്താണ്, അവരെങ്ങനെ നന്നാകണം എന്നുള്ളത് അവർ ചിന്തിച്ച് അതിനുള്ളൊരു സമയം കൂടിയാണ്. കാരണം നല്ലൊരു കാലത്തെ പറ്റി ഓർമ്മപ്പെടുത്തുന്നു. അപ്പം നന്നാവാനുള്ള സമയം കൂടിയാണ് ഓണം എന്ന് പറയുന്നത്. ആഘോഷിക്കാം. അപ്പോൾ ആഘോഷമാണ് ഓണം. ഓണം എല്ലാ രീതിയിലും ആഘോഷം, കളികളാണെങ്കിലും എല്ലാം പറയേണ്ട കാര്യമില്ല. അപ്പോൾ ആഘോഷിക്കാം. ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എനിക്ക് തോന്നിയത്, മലയാളിയാകാം. ഈ മലയാളിയാകുക എന്ന് പറയുന്നൊരു വലിയൊരു കോൺസെപ്റ്റാണ്. കാരണം നമ്മൾ മലയാളി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. മേ ബി മലയാളത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മൾ ഈ ഓണസമയത്ത് ചുറ്റും കാണുന്നത്. അപ്പോൾ ഈ ONAM എന്നുള്ളതൊരു ന്യൂ ജനറേഷൻ മനസ്സിലാക്കണം. അപ്പോൾ അതിനുള്ള എനർജി അവർ അതിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതായിരിക്കും എനിക്ക് അവർക്കോട് പറയാനുള്ളത്. ഓണം കഴിഞ്ഞു പോവും, ഈ സന്തോഷങ്ങൾ മാഞ്ഞു പോവും, നമ്മുടെ സങ്കടങ്ങളും എല്ലാം ഇതിൻ്റെ കൂടെ വരുമ്പോൾ എല്ലാം മാറ്റിവെച്ച് സന്തോഷത്തോടെ ഒരു ഓണം ആഘോഷിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ കൂട്ടങ്ങളെ ഒരുമിച്ചാക്കാം, നമ്മുടെ സന്തോഷങ്ങളെ ഒന്നിച്ചാക്കാം. നമ്മുടെ വീടുകളിലും അതുപോലെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലും നമ്മുടെ സ്നേഹങ്ങൾ ഒരുമിച്ചാവട്ടെ, സന്തോഷങ്ങൾ ഒന്നിച്ചാവട്ടെ. അടുത്തൊരു വർഷം നമ്മൾ ഉണ്ടാവുമോ എന്ന് പോലും അറിയില്ല. ആ ഒരു ചിന്തയോടുകൂടി ഈ ദിവസങ്ങളെ സന്തോഷമായിട്ട് വരവേൽക്കാം. എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഓണാശംസകൾ.